പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. സർവസംഹാരിയായ യുദ്ധവെറിക്കെതിരെ മലയാള കവിത എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാവ്യശിഖ സംഘടിപ്പിക്കുന്ന സമാധാന ജ്വാല പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന ശ്രീമതി ജ്യോതിരാജ് തെക്കൂട്ടിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സുമേഷാണ്. ശ്രീ സുമേഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത് ശ്രീമതി സ്വപ്നയാണ്. സ്വപ്നയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യുദ്ധത്തിനെതിരെ ഒരു കവിത അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത്. കവിത തോൽവിയുടെ മാനിഫെസ്റ്റോ. കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ കുത്തിമറിയുന്നു രാത്രികൾ, ചിറകില്ലായ്മയുടെ മണ്ണിൽ പക്ഷികൾ രക്തമാകുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ കുത്തിമറിയുന്നു രാത്രികൾ, ചിറകില്ലായ്മയുടെ മണ്ണിൽ പക്ഷികൾ രക്തമാകുന്നു. യന്ത്രത്തോക്കിന്റെ അലർച്ചകളിൽ തോൽവിയുടെ ശവമഞ്ചമൊരുങ്ങുന്നു. യന്ത്രത്തോക്കിന്റെ അലർച്ചകളിൽ തോൽവിയുടെ ശവമഞ്ചമൊരുങ്ങുന്നു. കവിത തോൽവിയുടെ മാനിഫെസ്റ്റോ. നന്ദി. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ജ്യോതിരാജ് തെക്കൂട്ട്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച അഖിൽ, വേദി ഉദ്ഘാടനം നിർവഹിച്ച സുമേഷ്, നന്ദി പ്രകാശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട സ്വപ്ന, എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ജൂൺ 17 മുതൽ കാവ്യശിഖയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിനെതിരെ ഒരു സമാധാന ജ്വാല എന്ന കവിതാ പോരാട്ടം നടന്നു വരികയായിരുന്നുവല്ലോ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും എഴുത്തുകാരനുമായ സച്ചിദാനന്ദൻ മാഷ്, അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് എന്ന സ്വന്തം കവിത ചൊല്ലിയാണ് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ സി രാവുണ്ണി മാഷിൻ്റെയും ചാക്കോടി അന്തിക്കാടിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ ദൗത്യം ആഗസ്റ്റ് 15 അവസാനിക്കുകയാണ്. കാവ്യശിഖയുടെ സമാധാന ജ്വാല ഇന്നത്തെ ദിനത്തിൽ വേദിയിലെ അധ്യക്ഷത സ്ഥാനമാണ് എനിക്ക് നിർവഹിക്കുവാനുള്ളത്. യുദ്ധം മാനവരാശിക്ക് എന്താണ് നൽകുന്നത്? നഷ്ടങ്ങളും മുറിവുകളുമല്ലാതെ. കഴിയുന്നത്ര യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാനും സാധ്യമായ എല്ലാ വഴികളിലൂടെയും സമാധാനം തേടാനും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷതാ സ്ഥാനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാവ്യശിഖയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സമാധാന ജ്വാലയ്ക്ക് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സമൂഹത്തിലും വളരെ നല്ലൊരു റെസ്പോണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത കാവ്യശിഖയ്ക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി പറയട്ടെ. ഇവിടെ യുദ്ധമാണ് വിഷയം. നമുക്കറിയാം, യുദ്ധം ഒന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല. ഒരു 3-ാം ലോക മഹായുദ്ധം ബാക്കി വെക്കുന്നത് വെറും ഓർമ്മകൾ മാത്രമായിരിക്കും എന്നത് പരമസത്യം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ നാം ഏറ്റുമുട്ടാൻ പോകുന്നത് കല്ലും മണ്ണും കൊണ്ട് മാത്രമായിരിക്കും, മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇന്ന് ലോകത്ത് നടന്നു വന്ന റഷ്യ യുക്രൈൻ സംഘർഷവും ഇസ്രയേൽ ഹമാസ് സംഘർഷവും ബാക്കി വെക്കുന്നത് പട്ടിണി പാവങ്ങളെ മാത്രമാണ്. അവരുടെ എല്ലും തോലുമായ ശരീരമാണ് നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. വളരെ ദീനമായ ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇതിനെതിരെ കവികൾ ഇറങ്ങേണ്ടതുണ്ട്. അത് തന്നെയാണ് സമാധാന ജ്വാലയുടെ ഒരു പ്രതീകവും. അതായത് സമാധാന ജ്വാലയിലൂടെയെങ്കിലും നമ്മുടെ ചിന്തകളും നമ്മുടെ കാവ്യ ശകലങ്ങളും സമൂഹത്തിലേക്ക് എത്തിച്ച് അത് വായിക്കപ്പെടുന്ന ഒരു വലിയൊരു സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത്രയും നമ്മൾ കൃതാർത്ഥരായി. യുദ്ധത്തിനെതിരെ ഇപ്പോഴും അവയർനെസ് കുറവുള്ള ഒരു ജനത നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ബോധവത്കരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ശിഖയ്ക്ക് ഇതിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ
ഒരു യജ്ഞത്തിൽ ഭാഗവക്കാവാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കാവ്യശിഖയുടെ ഈ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. ഏവർക്കും നമസ്കാരം. ഞാൻ സ്വപ്ന ബിപിൻ. ഇന്ന് എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. അതിനു മുമ്പേ 2 വാക്ക്. എന്താണ് യുദ്ധം എന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്നും നമുക്കറിയാം, അല്ലേ? ആയുധങ്ങളുടെ ചിലമ്പുലികളും വെല്ലുവിളികളുടെ ആക്രോശങ്ങളും ഇല്ലാത്ത ഒരു ദിനം പോലും മാനവരാശിക്ക് കടന്നു പോകുന്നില്ലെന്നാണ് ലോകചരിത്രവും വർത്തമാനകാല സംഭവ വികാസങ്ങളും ഉറക്കെ വിളിച്ചു പറയുന്നത്. ദേശീയമോ അന്തർദേശീയമോ ആഭ്യന്തരമോ ആയ സംഘർഷങ്ങൾ ഭൂഖണ്ഡങ്ങളുടെ ഏതെങ്കിലും ഒരിടത്ത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആർക്കും ആരെയും ഒരു കാരണവും മുന്നറിയിപ്പും കൂടാതെ തന്നെ കടന്നാക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം മനുഷ്യരാശിയുടെ സ്വൈര്യ ജീവിതത്തിന്മേൽ ഭയത്തിന്റെ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ യുദ്ധക്കുതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടതിന്. ഇടതടവില്ലാത്ത സായുധ പോരാട്ടങ്ങളും സമാനതകളില്ലാത്ത രക്തച്ചൊരിച്ചിലുകളുമാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. 2 വ്യക്തികൾ തമ്മിലാണെങ്കിലും 2 സമൂഹങ്ങൾ തമ്മിലാണെങ്കിലും യുദ്ധമുണ്ടാകുമ്പോൾ ഒരു പക്ഷത്തിന്റെ വിജയത്തിൽ യുദ്ധം പരിസമാപിക്കേണ്ടതാണ്. എന്നാൽ ഒരു യുദ്ധത്തിലും നാളിതുവരെ ആത്യന്തിക വിജയം ഒരു പക്ഷത്തിന് ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചു എന്ന ഇതിഹാസം പറയുമ്പോൾ എത്ര പേർ ബാക്കിയായി എന്ന ചോദ്യം മാറ്റൊലി കൊണ്ടേയിരിക്കുകയാണ്. യുദ്ധാനന്തര ദുരിതങ്ങൾ യുദ്ധത്തെക്കാൾ ഭീഷണിയായി ശിഷ്ടലോകത്തെ വേട്ടയാടുമെന്ന കാലാതീത സത്യമാണ് മഹാഭാരതം പറഞ്ഞു തരുന്നത്. നേടിയവനും നഷ്ടപ്പെട്ടവനും തമ്മിലുള്ള അന്തരം നേർത്തതാണ് എന്ന് എല്ലാ യുദ്ധങ്ങളും മാനവകുലത്തെ പഠിപ്പിച്ചിട്ടും യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സങ്കട സത്യം നമ്മെ തുറച്ചു നോക്കുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം നന്ദി അർപ്പിക്കുക എന്നതാണ്. ഇന്നത്തെ സമാധാന ജ്വാല സ്വാഗതം ആശംസിച്ച അഖിൽ, അധ്യക്ഷൻ ജ്യോതിരാജ് തൈക്കൂട്ട്, ഉദ്ഘാടകനായ സുമേഷ്, അതുപോലെ കാവ്യശിഖയിലെ ഏവർക്കും എന്റെ പേരിലും കാവ്യശിഖയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.